സൈക്കോപാത്തായ ഒരാളുമായി ഞാൻ സൗഹൃദം പുലർത്തുന്നത് എന്തിനാണ്? കാരണം അവൻ എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചു. എൻ്റെ അയൽവാസിയായ ഗ്രാന്റിന് വളരെ അപൂർവമായ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയുണ്ട്. അവന് ഭയമെന്താണ് എന്നറിയില്ല. വളരെ ആകസ്മികമായാണ് ഞാനിത് അറിഞ്ഞത്. ഒരു ഞായറാഴ്ച ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ മതിലിനപ്പുറത്ത് നിന്നു അവൻ്റെ ശാന്തമായ ശബ്ദം കേട്ടു. "നിന്റെ മേൽക്കൂര കത്തുന്നുണ്ട്." ഒരു തിടുക്കവുമില്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ പതുക്കെയാണ് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ കറുത്ത പുകയും ഓടിനൊക്കെ തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പേടിച്ച് ഫയർഫോഴ്സിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഗ്രാന്റ് പതുക്കെ വാട്ടർ ഹോസ് എടുത്തുകൊണ്ട് മേൽക്കൂരയിലേക്ക് അയര് തീയണക്കാൻ തുടങ്ങിയിരുന്നു. അഗ്നിശമന സേന എത്തുമ്പോഴും അവൻ മേൽക്കൂര പരിശോധിച്ചുകൊണ്ടിരുന്നു. ഫയർ ക്യാപ്റ്റൻ അവനോട് "നീ ഓക്കെയാണോ?" എന്ന് ചോദിച്ചപ്പോൾ ഗ്രാന്റ് നിസ്സാരമായി പറഞ്ഞു, "അതിന് എനിക്കെന്ത് പറ്റാണ്?" പിന്നീട് അവൻ്റെ ഭാര്യ പറഞ്ഞു, ഗ്രാന്റിന് ബാല്യകാലം മുതൽ ഭയം അനുഭവപ്പെടാറില്ല. അവൻ്റെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരിക്കൽ അവൻ ഐസ് മൂടിയ തടാകത്തിൻ്റെ മുകളിലൂടെ പേടിയില്ലാതെ നടന്നപ്പോഴാണ്. ഐസ് ക്രാക്കായി ഏത് നിമിഷവും തടാകത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനു മുകളിലൂടെ അവൻ ഒരു കൂസരമില്ലാതെ നടന്നു. പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അവൻ്റെ അമിഗ്ദല ഭയത്തിനോട് പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു. 5 മാസത്തിന് ശേഷം ചൈൽഡ് സേഫ്റ്റി ഗേറ്റ് തുറന്നു എൻ്റെ 2 വയസ്സുള്ള മകൾ പൂളിൽ വീണു. ഞാൻ ഓടി പോകുമ്പോഴേക്കും ഗ്രാന്റ് വെള്ളത്തിൽ ചാടി അവളെ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വെള്ളം വിഴുങ്ങിയതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ അവളെ കമിഴ്ത്തി കിടത്തി. അവളെ ശരിയായ രീതിയിൽ രക്ഷിച്ചു. പിന്നെ എളുപ്പത്തിൽ പറഞ്ഞു, "ആ ഗേറ്റ് ലോക്ക് ഒന്ന് പരിശോധിക്കണം." ആ രാത്രിയിൽ ഞാൻ പോയി നന്ദി പറയുന്നതിനിടയിൽ ഞാൻ അവനോട് ചോദിച്ചു, "ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇടയ്ക്ക് ഇത്ര ശാന്തമായി എന്ന് പെരുമാറാൻ കഴിയുന്നു?" ഗ്രാന്റ് പറഞ്ഞു, "ടെൻഷനായ നമുക്ക് നന്നായി ചിന്തിക്കാനുള്ള കഴിവ് കുറയുന്നു." അത് ശരിയാണ്. ഭയം പലരെയും രക്ഷിക്കും, പക്ഷെ അതാണ് പലപ്പോഴും അവരെ പാനിക് ആക്കുന്നതും. ഗ്രാന്റ് അതിൽ നിന്ന് സ്വതന്ത്രനാണ്. ആനയെ നേരിൽ കണ്ടപ്പോഴോ കാർ അപകടം കണ്ടപ്പോഴോ ഗ്യാസ് ലീക്കായി വീടുകൾ ഒഴിപ്പിക്കുമ്പോഴും ഗ്രാന്റ് ഒരിക്കലും ഭയപ്പെട്ടില്ല. അയൽവാസികളെ സുരക്ഷിതമായി കൊണ്ടുപോയത് അയാൾ മാത്രം. ചിലരവരെ ഭയമില്ലാത്തതുകൊണ്ട് അപകടകാരിയെന്ന് കരുതും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാൽ ഭയമില്ലാത്തവനായതുകൊണ്ടാണ് അവൻ കൂടുതൽ സൂക്ഷ്മതയോടെയും ചിന്തിച്ചും പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ അറിയുന്ന ഏറ്റവും ഭയമില്ലാത്ത വ്യക്തി ഗ്രാന്റാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യൻ.